പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നിർണായക യോഗം വിളിച്ചു. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതി യോഗം നാളെ ചേരും. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന നിർണായക യോഗങ്ങൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യാബിനറ്റ് സമിതിയുടെ യോഗമാണ് ചേരാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും? മറ്റു വിവരങ്ങൾ? സാധാരണഗതിയിൽ എല്ലാ ആഴ്ചയും ഈ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരാറുണ്ട്. അതിനോടൊപ്പം തന്നെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതി യോഗം കൂടിയാണ് നാളെ വിളിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ തന്നെയായിരിക്കും ഈ യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഈ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് സമിതി യോഗത്തിനൊപ്പം നാളെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗവും ചേർന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രണ്ടാമതാണ് ഇപ്പോൾ ഈ സുരക്ഷാ കാര്യങ്ങൾക്കായിട്ടുള്ള പാർലമെന്റ് ക്യാബിനറ്റ് സമിതി ഉപസമിതി യോഗം ചേരുന്നത്. കഴിഞ്ഞ ആഴ്ച ഒന്ന് ചേർന്നിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമാകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച, അതിന് പിന്നാലെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇതിനൊക്കെ ശേഷം നടക്കുന്ന കൂടിക്കാഴ്ചയാണ്. ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ, അതുപോലെ തന്നെ യുദ്ധം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഖ്യാപനം പോലെ അവിടെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രതികരണം, ഇതിനൊക്കെ പിന്നാലെയാണ് സുരക്ഷാ വിന്യാസങ്ങൾക്കും അധിക സുരക്ഷാ വിന്യാസങ്ങൾക്കും ഇവിടെ ഈ യോഗം ചേരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2-3 കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രധാനമായിട്ടും പാകിസ്ഥാന്റെ യോഗം നാളെ ചേരും. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.